തീർച്ചയായിട്ടും. കാരണം എനിക്കെൻ്റെ വർക്കിൽ വിശ്വാസമുണ്ട്. ഒന്നാമത് ഈ മണവാളന്തക്ക് ആ പാട്ട് റിലീസാവുന്നതിൻ്റെ 2 വർഷം മുന്നേ ചെയ്തു വെച്ചൊരു ട്രാക്കാണ് ഈ മണവാളന്തക്ക്. അതൊരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാക്കായിരുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇറക്കാൻ വെച്ചൊരു ട്രാക്കായിരുന്നു. ആദ്യം ബീറ്റ് ചെയ്ത്, പിന്നെ ഞാൻ ബീറ്റ് പ്രൊഡ്യൂസറാണ്. ശരിക്ക് വോക്കൽ പരിപാടി ചെയ്യൽ കുറവാണ്. ഞാൻ ശരിക്കും മ്യൂസിക് പ്രൊഡ്യൂസറാണ്. മ്യൂസിക് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടി. ഞാൻ ആദ്യം ബീറ്റ് ചെയ്ത്, പിന്നെ അതിൽ വോക്കൽ ഡബ്ജി കമ്പോസ് ചെയ്ത് എഴുതി, അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. പിന്നെയാണ് ഇത് സിനിമയ്ക്ക് ഇതെടുത്ത്. സിദ്ധാൻ സ്വാമി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വഴി അവൻ്റെ ഉപ്പ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് തല്ലുമാലയിൽ. അവൻ്റെ ഉപ്പ നമ്മളെ അഷ്റഫ് ഹംസയാണ്. മൂപ്പര് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ ഈ ട്രാക്ക് അവിടെ ഡയറക്ടർക്ക് നമ്മളെ ഖാലിദ് റഹ്മാൻ കേട്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ചോദിക്കാനുണ്ടായത് നമുക്ക് തരാൻ പറ്റുമോ പ്രൊമോ സോങ് ആയിട്ട് എടുക്കാൻ. കാരണം ഓൾറെഡി അതിലൊരു 4 വരി ഡബ്ജി ഓൾറെഡി അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഫസ്റ്റ് ആയപ്പോൾ കുറച്ച് 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. സുഗുൺ ടൈമർ ശരിയൊന്നും അന്നില്ല, അത് കൊടുക്കുമ്പോൾ ഇല്ല. അപ്പൊ ഇവർക്ക് അതിലുള്ള 4 വരി കറക്റ്റ് അവർക്ക് ആ സിനിമയ്ക്ക് ആപ്റ്റാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ചൊല്ലണ ആ സാധനം. അപ്പോൾ അതവർക്ക് ഓക്കെ ആയതുകൊണ്ട് അവരിത് പറഞ്ഞു നമുക്ക് തരാൻ പറ്റുമോ. പിന്നെ അതങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഓൾറെഡി ഏറെക്കുറെ കംപ്ലീറ്റ് ആയിരുന്ന സാധനം പിന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ എസ്സേൻ്റെ പിന്നെ കയറിയതാണ്. എസ്സേൻ്റെ ഇംഗ്ലീഷ് കോഴ്സ് പരിപാടികൾ പിന്നെ കയറിയതാണ്. പിന്നെ അങ്ങനെ ഉണ്ടായി. ഓക്കെ. അപ്പൊ എന്തായാലും ഈ മലപ്പുറം എന്ന് ഞാൻ കുറെ പറഞ്ഞല്ലോ, ഇവരെ കണ്ടപ്പോഴായാലും ഭയങ്കര യങ് ആണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് പാട്ടിന്റെ ഒക്കെ ബാക്കിൽ നിങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ഇത്രയും ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ. ആക്ച്വലി നിങ്ങൾക്ക് എത്ര പ്രായമായി? 25. എനിക്ക് 23. ആക്ച്വലി ഈ ഒരു യങ് ഏജിൽ തന്നെ ഇങ്ങനെ ഒരു വരാനുള്ള ഒരു മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? എന്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഉപ്പൊക്കെ മ്യൂസീഷ്യനാണ്. എന്റെ വല്യപ്പ പണ്ടത്തെ മ്യൂസീഷ്യനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പ മ്യൂസിക് ടീച്ചറാണ്. പിന്നെ ഞാൻ ഇവര് പാടുന്ന ഈ ഗസല് പരിപാടികളൊക്കെ ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫ്ലോപ്പായ കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒഴിവാക്കിയിട്ടും പിന്നെ എങ്ങനെയൊക്കെ എങ്ങനെ എത്തിപ്പെട്ടാണ് ഇതിക്ക്, ഈ റാപ്പ് എന്നുള്ള പരിപാടിക്ക് എങ്ങനെ എത്തിപ്പെട്ട് ചിലപ്പോ പടച്ചോനെ എത്തിച്ചേരിക്കും. ഓരോ ലൈഫിൽ ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് കിട്ടി അതിനനുസരിച്ച് എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നിൽക്കണം ആഗ്രഹം. അതായത് ഞാൻ മരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കാണാൻ വരണമെന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, അത്യാവശ്യം അറിയണ ആളായിരിക്കണം എന്ന്. ആ ഒരു ഫെയിമൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ. അതായത് ഈ സാധാ ആൾക്കാരെ പോലെ 9 to 5 ജോബ് പോയിട്ട് വരുന്ന ഒരാളാവരുത്. മരിക്കുമ്പോൾ എൻ്റെ ഉമ്മിപ്പ അറിയണം, ഒരു ആളെയാണ് പടച്ചു വിട്ടേക്കണെന്ന് അവരറിയണമെന്ന് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു.